ഹായ് ഫ്രണ്ട്സ്, ചോക്ലേറ്റ് റവ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കേക്കാണിത്. ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. 1 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 1 കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി പൊടിച്ചെടുക്കാം. റവ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ബട്ടർ മിൽക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പഞ്ചസാര നന്നായി മിക്സായ ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന റവ ചേർത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് അടച്ച് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ചുവട് കട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രത്തിൽ ഒരു റിംഗ് വെച്ച ശേഷം അടച്ച് പ്രീഹീറ്റ് ചെയ്യാനായി വയ്ക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/4 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി അരിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ബാറ്റർ നല്ല തിക്കായിട്ടാണുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. സിക്സ് ഇഞ്ചിൻ്റെ ടിന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ടിന്നിനടിയിൽ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഈ ടിന്നിലേക്ക് മാറ്റാം. നന്നായി ടാപ്പ് ചെയ്ത ശേഷം ബേക്ക് ചെയ്യാനായി വയ്ക്കാം. നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായി വെച്ചിരിക്കുന്ന അലുമിനിയം പാത്രത്തിനുള്ളിലേക്ക് വെച്ച് അടച്ച് 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്യേണ്ടത്. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് 160 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതിയാകും. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്നറിയാനായി ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്കിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇത് കുറച്ച് തണുത്ത ശേഷം ടിന്നിൽ നിന്ന് മാറ്റാം. ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. കേക്ക് നന്നായി തണുത്ത ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.